സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെല്ലും ജിയോയും തങ്ങളുടെ റീചാർജ് പ്ലാനുകൾ അടുത്തിടെയാണ് വർദ്ധിപ്പിച്ചത്. ഇതേ തുടർന്ന് മിക്കവരും BSNLിലേക്ക് കൂടുമാറുകയും ചെയ്തു. എത്ര ഉപഭോക്താക്കൾ BSNLിലേക്ക് മാറിയെന്ന കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് വലിയൊരു സംഖ്യ തന്നെ ഉണ്ടെന്നാണ് വിവരം. ജിയോയും മറ്റും നിരക്കുകൾ കുത്തനെ ഉയർത്തിയതിന് പിന്നാലെ BSNLിലേക്ക് മടങ്ങുന്നത് നന്നായിരിക്കുമെന്ന തരത്തിലുള്ള സംസാരം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. എന്നാൽ 5Gയിലും 4Gയിലും പരിധിയില്ലാത്ത നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് BSNL തടസ്സമാണ് എന്നത് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തി. ഇവിടേക്കാണ് ഇപ്പോൾ ടാറ്റ എത്തുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസും BSNLും തമ്മിൽ 15,000 കോടി രൂപയുടെ പുതിയ കരാറിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി. BSNLിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ് ഈ കരാറെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. നിലവിൽ ജിയോയും എയർടെല്ലുമാണ് 4G ഇന്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. സേവനം മെച്ചപ്പെടുത്തി BSNLും കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ അത് ജിയോയ്ക്കും എയർടെല്ലിനും വലിയ വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയവുമില്ല. പ്രത്യേകിച്ചും നിരക്ക് വർധനവിൽ ഉപഭോക്താക്കൾ വലഞ്ഞിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 4 മേഖലകളിൽ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുകയാണ് ടാറ്റ. രാജ്യത്തിന്റെ 4G ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനത്തിന് പിന്തുണ നൽകാനാണിത്. BSNLിന്റെ 4G സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമേ ലഭ്യമാകൂ. രാജ്യത്ത് സ്ഥാപിച്ചിരിക്കുന്ന 9,000 ടവറുകൾ 1,00,000 ഉയർത്തുകയാണ് ലക്ഷ്യം. ജിയോയും എയർടെല്ലും അടുത്തിടെ നടത്തിയ നിരക്ക് വർധന ടാറ്റയുടെ നീക്കത്തിന് വേഗത കൂട്ടിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ജൂലൈ 3 മുതലാണ് ജിയോ റീചാർജ് പ്ലാനുകളിൽ നിരക്ക് വർധന നടപ്പിലാക്കിയത്. പിന്നാലെ എയർടെല്ലും VIയും സമാന തീരുമാനം നടപ്പിലാക്കി. VI ഒരു ദിവസം വൈകിയാണ് നിരക്ക് വർധന പ്രാബല്യത്തിലാക്കിയത്. ജിയോയാണ് നിരക്ക് വർധനവിൽ മുന്നിൽ. 12% മുതൽ 25% വരെയാണ് വർധന. എയർടെൽ 11 മുതൽ 21% വരെ എന്ന തോതിലും വോഡഫോൺ 10 മുതൽ 25% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത്. നിരക്ക് വർധനയെ തുടർന്ന് വ്യാപക വിമർശനം കമ്പനികൾ നേരിട്ടിരുന്നു. തുടർന്ന് 4G ഇല്ലെങ്കിലും BSNL പ്ലാനുകളാണ് ലാഭകരമെന്ന രീതിയിൽ പ്രചാരണവും ശക്തമായി. 4G സാങ്കേതിക വിദ്യ വിന്യസിക്കുന്നതിൽ വർഷങ്ങളായി BSNLിന്റെ പങ്കാളിയാണ് TCS. തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാണ് BSNL ഉപയോഗിക്കുക. TCS, C. എന്നിവയുമായി സഹകരിച്ചാണ് നിലവിലെ പദ്ധതി നടപ്പാക്കുന്നത്.